ഹായ് എവരി വൺ, നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോഗ്രഫിയുടെ ഒരു ചാപ്റ്ററാണ് ഇൻറ്റീരിയർ ഓഫ് എർത്ത്. അഥവാ നമ്മുടെ ഭൂമി അഥവാ എർത്തിൻ്റെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ എർത്തിൻ്റെ ഘടന എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ഓഫ് എർത്താണ്. അപ്പോൾ ഇത് ഓരോ പാർട്ടായിട്ട് ജിയോഗ്രഫിയിലുള്ള നമ്മൾ പോർഷൻസ് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷൻ എന്താണെന്ന് നോക്കാം. ഇൻറ്റീരിയർ ഓഫ് എർത്ത്, ഭൂമിക്കുള്ളിൽ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്യുവർലി NCERT ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കാരണം UPSC എക്സാമിന് NCERT ടെക്സ്റ്റ് ബുക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം NCERT ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നേരത്തെ സിലബസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്യുവർലി പറഞ്ഞിട്ടുണ്ട്, ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് നമുക്ക് NCERTക്കാളിൽ കൂടുതൽ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായി കവർ ചെയ്താൽ തന്നെ നമുക്ക് ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. എർത്തിൻ്റെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രസ്റ്റാണ്, അതിനുള്ളിൽ മാൻറ്റിൽ, അതിനുള്ളിൽ കോർ. നമുക്കത് ഫിഗറിൽ നോക്കിയിട്ട് പഠിക്കാം. ഈ ഫിഗർ നോക്കി പഠിക്കാം. ഇത് NCERT തന്നെ തന്നിട്ടുള്ളൊരു ഫിഗറാണ്. അപ്പോൾ അതിനകത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ട്സൈഡ് കാണുന്ന പോർഷനാണ്. അത് കഴിഞ്ഞിട്ട് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നൊരു പോർഷൻ കാണാം. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തടുത്ത സ്ലൈഡുകളിൽ നോക്കാം. അത് കഴിഞ്ഞ് നമ്മളിതാ ക്രസ്റ്റ് കണ്ടു. ക്രസ്റ്റാണ് ഫസ്റ്റ് പോർഷൻ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന ക്രസ്റ്റാണ്. അത് ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യെല്ലോ കളറിൽ ഇവിടെ കാണുന്നത് മാൻറ്റിലാണ്. ഈ മാൻറ്റിൽ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട്. അതിനുള്ളിൽ റെഡ് പോർഷനിൽ കാണുന്നത് കോറാണ്. അതിനെ ഔട്ടർ കോർ, ഇന്നർ കോർ എന്ന് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഔട്ടർ പോർഷൻ ആയിട്ടുള്ളത് ക്രസ്റ്റാണ്, അതിനുള്ളിൽ മാൻറ്റിൽ, ഇത് ഏറ്റവും അവസാനം ഇന്നർ കോർ, അതിന് മുകളിൽ ഔട്ടർ കോർ. ഇതിനെ രണ്ടിനെയും ചേർത്ത് നമുക്ക് ഈ റെഡ് കളറിലുള്ളതിനെ കോർ എന്ന് വിളിക്കാം. യെല്ലോ കളറിലുള്ളതിനെ മാൻറ്റിൽ എന്ന് വിളിക്കാം. അതിന് ഔട്ട്സൈഡ് കാണുന്നതിനെ നമുക്ക് ക്രസ്റ്റ് എന്ന് വിളിക്കാം. അപ്പം ഇതാണ് എർത്തിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്, ആ ഇൻറ്റീരിയറിലുള്ള ഘടനകളെന്ന് പറയുന്നത്. അതിനുള്ളിൽ നമുക്ക് ഇനി കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട കാര്യം ലിത്തോസ്ഫിയർ എന്താണെന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് മാൻറ്റിലും കോറും, അതായത് യെല്ലോ കളർ കാണിച്ചിരിക്കുന്ന മാൻറ്റിലും റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന കോറും തമ്മിലുള്ള ഒരു ബൗണ്ടറിയാണ് ഇവിടെ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ ബൗണ്ടറിക്ക് നമുക്ക് ഓരോ പേരുണ്ട്. അത് നമുക്ക് ഈ ഒരു പോർഷൻ്റെ അവസാനം നോക്കാം. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ക്രസ്റ്റിനെ മാത്രം എടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന ക്രസ്റ്റൽ പോർഷനെ മാത്രം എടുത്തിട്ടുള്ളൊരു ഫിഗറാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. കോണ്ടിനെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഏഷ്യൻ എന്ന് പറയുന്നൊരു കോണ്ടിനെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യക്ക് പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഓഷ്യൻ കാണാം, ഒരു ഓഷ്യൻ കാണാം. അപ്പം ഇതിനകത്ത് നമുക്ക് ഇത് രണ്ടും ആസ്പദമാക്കി തന്നെ നമുക്ക് പഠിക്കാം. കോണ്ടിനെൻ്റ് ഉള്ള പോർഷനെ നമുക്ക് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും, ഓഷ്യൻ്റെ അടിയിൽ വരുന്ന ഓഷ്യൻ, ഇതാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഓഷ്യൻ ആണെങ്കിൽ, ഓഷ്യന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ക്രസ്റ്റിനെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും നമുക്ക് വിളിക്കാം. അപ്പോൾ ക്രസ്റ്റിനെ നമുക്ക് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും വിളിക്കാം, ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും വിളിക്കാം. അപ്പോൾ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ആസ്പദമാക്കിയാണ് ഓഷ്യന് താഴെ സ്ഥിതി ചെയ്യുന്നതിന് ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും, കോണ്ടിനെൻറ്റുകളെ നമുക്ക് കോണ്ടിനെൻ്റൽ ക്രസ്റ്റുകളെന്നും വിളിക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് മറ്റ് സ്ലൈഡുകളിൽ ഡീപ്പായിട്ട് നോക്കാം. ഇനിയുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഫിഗറാണ്. ഇപ്പോൾ നമ്മൾ ക്രസ്റ്റിനുള്ള കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് കണ്ടു, ഓഷ്യാനിക് ക്രസ്റ്റ് കണ്ടു, മാൻറ്റിലുള്ള ആസ്തനോസ്ഫിയർ നമ്മൾ കാണണം, കോറിനകത്തുള്ള ഔട്ടർ കോർ, ഇന്നർ കോർ നമ്മളിവിടെ കണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഫിഗറിനകത്ത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്ന ആദ്യം കാണുന്ന ഈ ഡാർക്ക് കളറിലുള്ള പോർഷനാണ് ക്രസ്റ്റ്. ഇതിൽ ഈ പറയുന്നത് ഓഷ്യനാണ്. ഈ ഓഷ്യന് താഴെ സ്ഥിതി ചെയ്യുന്നതിനെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ കാണുന്നതിനെ നമുക്ക് ഒരു മൗണ്ടൻസ് ആണ്. ഈ മൗണ്ടൻസിന് ഉള്ളതിനെ നമുക്ക് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് വിളിക്കാം.
പിന്നെ നമുക്ക് അതിന് താഴെ കാണുമ്പോൾ നമ്മളിതാ ഈ പോർഷൻ മുതൽ ഇവിടം വരെ മാൻഡിലാണ്. ഈ മാൻഡിലിൽ തന്നെ നമുക്ക് താഴെ കാണുന്നതിനെ ഇന്നർ മാൻഡിൽ എന്നും പുറമേ കാണുന്നതിനെ ഔട്ടർ മാൻഡിൽ എന്നും വിളിക്കാം. ഔട്ടർ മാൻഡിനകത്ത് ഉള്ള ഒരു പോർഷനാണ് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നൊരു പോർഷൻ. അത് ഈ ഫിഗറിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ആസ്തനോസ്ഫിയർ എന്ന് എഴുതുകയും അതുപോലെ തന്നെ ഡാർക്കായി കാണിച്ചിട്ടുമുണ്ട്. പിന്നെ നമുക്കിവിടെ ലിത്തോസ്ഫിയർ എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാൻറ്റിൽ, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള മാൻറ്റിൽ ഇതുവരെ അപ്പർ മാൻറ്റിലാണ്. ഈ അപ്പർ മാൻറ്റിലിൻ്റെ കുറച്ച് പോർഷൻ, ഇതുവരെയുള്ള പോർഷൻ, ഇത്രയും പോർഷൻ മാത്രമാണ്. അതോടൊപ്പം നമ്മുടെ ക്രസ്റ്റും ചേർന്നതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതുവരെ അപ്പർ മാൻറ്റിൽ കഴിഞ്ഞു, അതിനുശേഷം ലോവർ മാൻറ്റിൽ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ടർ കോറാണ്. ഇതുവരെ ഔട്ടർ കോറ്, അതിനുള്ളിൽ ഇന്നർ കോർ. അപ്പോൾ നമുക്കിനി ഈ പോർഷന് പറഞ്ഞിട്ടുള്ള എർത്തിനെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ക്രസ്റ്റ്, അതിനുള്ളിൽ മാൻറ്റിൽ, അതിനുള്ളിൽ കോറ്. ക്രസ്റ്റിനെ നമുക്ക് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും പറയാം. മാൻറ്റിലിനുള്ളിലുള്ള ഒരു പോർഷനാണ് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. കോറിനുള്ളിൽ നമുക്ക് ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നമുക്കിനി ഈ സ്ലൈഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയി ക്രസ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ കണ്ടിരുന്നു ഭൂമിക്കുള്ളിൽ ഓരോ ലെയേഴ്സും, പ്രധാനപ്പെട്ട 3 ലെയേഴ്സും ഒരു കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺസെൻട്രിക് സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിക് മീൻസ് ഒരു സെൻറ്റർ. ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഓരോ സർക്കിൾ വരച്ച് നമുക്ക് ഓരോ പോർഷനെ നമുക്ക് ഓരോ സർക്കിളായിട്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ കോൺസെൻട്രിക് ലെയേഴ്സ് എന്ന് പറയുന്നത്. അതായത് എർത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ കോൺസെൻട്രിക് സർക്കിൾ, ഒരൊറ്റ സെൻറ്ററിൽ നിന്ന് വരുന്ന 3 സർക്കിളായിട്ടാണ്, അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ലെയേഴ്സ് ആയിട്ടാണ് എർത്ത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് എർത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എർത്തിൻ്റെ ഏറ്റവും ഔട്ടറിൽ കാണുന്ന സോളിഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കത് സിമ്പിളി ലോജിക്കലി ആലോചിക്കാവുന്ന കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നമ്മൾ ഏറ്റവും മുകളിലുള്ള ക്രസ്റ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ ക്രസ്റ്റ് സോളിഡ് ആയിട്ടുള്ള പോർഷനാണ്. അത് നമ്മളൊരു സമുദ്രനിരപ്പിന് താഴെ പോയാലും, അതായത് ഓഷ്യാനിക് ക്രസ്റ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാലും അതും സോളിഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്രസ്റ്റിനെ 2ആയി ഡിവൈഡ് ചെയ്യാം. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് നമ്മൾ ഈ ഫിഗറിൽ കണ്ടിരിക്കുന്നു. ഇത് മൗണ്ടൻസ് ആണ്. ഇതുവരെ ഇങ്ങനെ പോകുന്ന പോർഷൻസിനെയാണ് നമ്മൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു മൗണ്ടൻ കാണാം, അതുപോലെ ഭൂമിക്കുള്ളിലോട്ടും ഒരു മൗണ്ടൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ ഓഷ്യൻസിന് താഴെയുള്ള ക്രസ്റ്റിനെ നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് ഈ ഫിഗറിൽ കാണിക്കാത്ത പോലെ ചെറിയ ചെറിയ മൗണ്ടൻസ് ഉണ്ടാവാം ഉള്ളിൽ, അതുപോലെ താഴോട്ടും എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഇതാണ്. ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ മെയിൻ മിനറൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് സിലിക്കയും അലുമിനിയമാണ്. അതുകൊണ്ട് നമുക്ക് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ ഈ സിലിക്കയുടെ ഫസ്റ്റ് SIയും അലുമിനിയത്തിൻ്റെ ALഉം യൂസ് ചെയ്ത് സിയാൽ എന്ന് വിളിക്കാം. അപ്പോൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ നമുക്ക് സിലിക്കയും അലുമിനിയം കൂടുതലുള്ളത് കൊണ്ട് നമുക്കതിനെ സിയാൽ എന്ന് വിളിക്കാം. അതിൻ്റെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 gram/cm³ ആണ്. ഗ്രാവിറ്റി എന്താണെന്ന് അറിയാത്തവർ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയത് എന്താണെന്ന് പഠിക്കുക. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. നമ്മളിവിടെ കാണുന്ന ഈ യെല്ലോ പോർഷനാണ് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് ഫോംഡ് ബൈ ബസാൾട്ടിക് റോക്സ്.
ബസാൾട്ടിക് റോക്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബസാൾട്ടിക് റോക്സ് എന്ന് പറയുന്നതും ഒരു ലാവ പുറമേ വന്ന് ഉണ്ടാവുന്നത് തന്നെയാണ്. കംപ്രൈസിങ് മെയിൻലി സിലിക്ക, അയൺ, മഗ്നീഷ്യം. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് സിലിക്കയും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് സിലിക്കയുടെ Siയും മഗ്നീഷ്യത്തിൻ്റെ MAയും യൂസ് ചെയ്ത് നമുക്കിതിനെ സിമ എന്ന് വിളിക്കാം. അതായത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ നമ്മൾ സിയാൽ എന്ന് വിളിക്കുമ്പോൾ സിലിക്കയും അലുമിനിയവും അതുപോലെ ഓഷ്യാനിക് ക്രസ്റ്റിനെ നമുക്ക് സിലിക്കയും മഗ്നീഷ്യവും ഉള്ളതുകൊണ്ട് സിമ എന്ന് വിളിക്കാം. സിയാൽ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആണെങ്കിൽ സിമ എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. അതിൻ്റെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 3 gram/cm3 ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതൽ ഓഷ്യാനിക് ക്രസ്റ്റിനാണ് ഡെൻസിറ്റി കൂടുതൽ. അതിന് കാരണമെന്ന് പറയുന്നത് നമുക്കൊരു ലോജിക്കലി ആലോചിക്കാൻ സാധിക്കുന്ന കാര്യം, ഓഷ്യാനിക് ക്രസ്റ്റിന് മുകളിൽ ഓഷ്യനുണ്ട്. ഈ ഓഷ്യൻ ഫുൾ വെയ്റ്റ് എന്തിനു മുകളിലാണ് ഉണ്ടാകുന്നത്? ഈ ഓഷ്യാനിക് ക്രസ്റ്റിന് മുകളിലാണ് ഈ വാട്ടർ, അതായത് ഈ ജലത്തിൻ്റെ മുഴുവൻ വെയ്റ്റും വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മെറ്റീരിയൽസ് ഈ ഓഷ്യാനിക് ക്രസ്റ്റ് കൂടുതൽ കംപ്രസ് ആകുകയും കൂടുതൽ അതിൻ്റെ ഡെൻസിറ്റി കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ഓഷ്യാനിക് ക്രസ്റ്റാണ്. നെക്സ്റ്റ്, ദി സിയാൽ ആൻഡ് സിമ ടുഗദർ ഫോം ദി എർത്ത് ക്രസ്റ്റ്. ഈ പറയുന്ന സിയാലും ഈ പറയുന്ന സിമയും ചേരുന്നത്, അതായത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും ചേരുന്നതിനെയാണ് നമ്മൾ ക്രസ്റ്റ് അഥവാ എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും ചേർന്നാണ് നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റ് വരുന്നത്. ദി സിയാൽ ഈസ് ലൈറ്റർ ദാൻ സിമ. ലൈറ്റർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഡെൻസിറ്റീനെ ആസ്പദമാക്കിയാണ്. ഡെൻസിറ്റീനെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൂടുതൽ ഡെൻസായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണോ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും. എന്നാൽ കുറച്ച് ഡെൻസിറ്റി ഉള്ള സാധനത്തിന് വെയിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സിയാൽ എന്ന് പറയുന്ന കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയുന്ന അതിന് വെയിറ്റ് കുറവാണ്. ഏതിനെ ആസ്പദമാക്കി? ഓഷ്യാനിക് ക്രസ്റ്റ് ആയിട്ടുള്ള സിമയെ ആസ്പദമാക്കി. അതുകൊണ്ടാണ് സിയാൽ ഈസ് ലൈറ്റർ ദാൻ സിമ എന്ന് നമ്മൾ പറയുന്നത്. വേറൊന്നുമല്ല, അതിൻ്റെ വെയിറ്റിനെ ആസ്പദമാക്കിയാണ് സിയാൽ ഈസ് ലൈറ്റർ ദാൻ സിമ. അതായത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് ലൈറ്റർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ്. ദി കോണ്ടിനെൻറ്റ്സ് ക്യാൻ ബി സെഡ് ടു ബി ഫ്ലോട്ടിംഗ് ഓൺ ദ സീ ഓഫ് ഡെൻസർ സിമ. അതായത് നമ്മുടെ ഈ കാണുന്ന കോണ്ടിനെൻറ്റ്സ് സിയാൽസ്, ഈ സിയാൽ ഈ സിമയ്ക്ക് മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നതായി നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സാധനമാണ് കോണ്ടിനെൻറ്റുകൾ മൂവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അതെങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിയാലിന് മുകളിൽ കൂടെ മൂവ് ചെയ്യുന്നതായി കൺസിഡർ ചെയ്യാം. അതായത് കോണ്ടിനെൻറ്റ്സ് ക്യാൻ ബി സെഡ് ടു ബി ഫ്ലോട്ടിംഗ് ഓൺ എ സീ ഓഫ് ഡെൻസർ സിമ. ഡെൻസർ ആയിട്ടുള്ള സിമയ്ക്ക് മുകളിലൂടെ എന്താണ് സിയാൽസ് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇവിടെ ഉള്ളത് ക്രസ്റ്റിലെ ബാക്കി പോർഷൻസ് ആണ്. ക്രസ്റ്റ് തന്നെയാണ്, അതായത് ഏറ്റവും അപ്പർ മോസ്റ്റ് പോർഷനുള്ള ഭാഗം. ക്രസ്റ്റ് ഈസ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വളയ്ക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ബ്രിട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. അതെന്ന് പറയുമ്പോൾ ബ്രിട്ടിൽ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു മരത്തിൻ്റെ ചില്ല എടുത്തിട്ട് അതിനെ വളയ്ക്കാൻ നോക്കിയാൽ നല്ലൊരു ഉണങ്ങിയ ചില്ലയാണെങ്കിൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ അതിനെ നമുക്ക് ബ്രിട്ടിൽ എന്ന് പറയാം. അപ്പോൾ അതുപോലെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റിൽ നമ്മൾ റോക്കിനെ നമ്മൾ അതുപോലെ വളയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റോക്ക് പൊട്ടിപ്പോകും. അപ്പം ക്രസ്റ്റ് ഈസ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. തിക്നെസ് വാരീസ് അണ്ടർ ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെൻ്റൽ ഏരിയാസ്. നമ്മൾ നേരത്തെ ഒരു ഫിഗറിൽ കണ്ടതാണ്. ഓഷ്യാനിക് ഏരിയാസിലും കോണ്ടിനെൻ്റൽ ഏരിയാസിലും നമുക്ക് എന്താണ് ക്രസ്റ്റിൻ്റെ തിക്നെസ് വേരി ചെയ്യുന്നുണ്ട്. നമ്മളവിടെ കണ്ടു, കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ മലകൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ താഴെയും അതുപോലെ ഉണ്ടാവും. അതിന് തിക്നെസ് കൂടുതലായിരിക്കും. നോർമലി അല്ലെങ്കിൽ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റ് ഒരു ഓഷ്യന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തിക്നെസ്സിനേക്കാൾ കൂടുതൽ തിക്നെസ്
നമുക്ക് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് തിന്നർ ആസ് കമ്പയർഡ് ടു കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. അത് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. ഓഷ്യാനിക് ക്രസ്റ്റിന് എന്തായാലും തിക്നെസ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ്. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് തിന്നർ ആസ് കമ്പയർഡ് ടു ദി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. ഇനി നമുക്കതിൻ്റെ ഫാക്ച്വൽ ആയിട്ടുള്ള നോളജിൽ പോകാം. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മീൻ തിക്നെസ് അറൗണ്ട് 5 കിലോമീറ്റർ മാത്രമാണ്. അതുപോലെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിലോട്ട് വരുമ്പോൾ അതിൻ്റെ മീൻ തിക്നെസ് 30 കിലോമീറ്റർ ആണ്. മീൻ എന്ന് പറയുമ്പോൾ ആവറേജ് തിക്നെസ് ആണ്. അപ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെ ആവറേജ് തിക്നെസ് 5 കിലോമീറ്റർ ആണെങ്കിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ ആവറേജ് തിക്നെസ് 30 കിലോമീറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓഷ്യാനിക് ക്രസ്റ്റ്, അതായത് ഓഷ്യാനിക് ക്രസ്റ്റ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ അപേക്ഷിച്ച് തിന്നറാണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ഇൻ ഏരിയാസ് ഓഫ് മേജർ മൗണ്ടൻ സിസ്റ്റംസ് അപ് ടു 7 കിലോമീറ്റർ ഇൻ ഹിമാലയാസ്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടു, നമ്മൾ മലകൾ കണ്ടു, ഇവിടെ നദികളെക്കാളും ഇതൊരു ഹിമാലയം ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഇവിടെ അറൗണ്ട് 70 കിലോമീറ്റർ തിക്നെസ് ഉണ്ടാവും. അതായത് മൗണ്ടൻസ് വരുന്നതിനനുസരിച്ച് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ തിക്നെസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ ഈ ഫിഗറിൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയാണ് ഓഷ്യൻ. ഇതിനുള്ളിൽ ഓഷ്യാനിക് ക്രസ്റ്റിന് തിക്നെസ് കുറവാണ്. ഇവിടെ മൗണ്ടൻസ് വരുന്നിടത്ത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് അതിൻ്റെ തിക്നെസ് കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മാൻറ്റിലാണ്. മാൻറ്റിലിനെ നമുക്ക് മീസോസ്ഫിയർ എന്ന് വിളിക്കാം. ക്രസ്റ്റിന് സെപ്പറേറ്റ് ഒരു പേരില്ലായിരുന്നെങ്കിലും മാൻറ്റിലിന് നമുക്കൊരു സെപ്പറേറ്റ് പേരുണ്ട്. ഈ പേര് കൂടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം, മീസോസ്ഫിയർ. ദി പോർഷൻ ബിയോണ്ട് ദ ക്രസ്റ്റ്. ക്രസ്റ്റിന് ശേഷം നമ്മളിവിടെ ഫിഗറിൽ കാണുന്നുണ്ട്, ഇത് ക്രസ്റ്റാണ്. ഈ ക്രസ്റ്റാണെങ്കിൽ ക്രസ്റ്റിന് ശേഷം ഈ ഫിഗർ കുറച്ചുകൂടെ നന്നായി നോക്കി, ഈ ക്രസ്റ്റിന് ശേഷമുള്ള പോർഷൻസാണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. കമ്പോസ്ഡ് മെയിൻലി വെരി ഡെൻസ് റോക്സ് റിച്ച് ഇൻ ഒലിവൈൻ. വളരെ ഡെൻസിറ്റി ഉള്ള റോക്സ് ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്രസ്റ്റിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ഉള്ള പോർഷനാണ് ഏത്, മാൻറ്റിൽ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മാൻറ്റിൽ ഈസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ് വെരി ഡെൻസ് റോക്സ്. അപ്പം ഡെൻസിറ്റി കൂടിയ റോക്സ് ആണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. എക്സ്റ്റെൻസ് ഫ്രം മൊഹോവ്സ് ഡിസ്കണ്ടിന്യൂറ്റി ടു എ ഡെപ്ത് ഓഫ് 2900 കിലോമീറ്റർ. അതായത് മൊഹോവ്സ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കാം. മൊഹോവ്സ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ക്രസ്റ്റിന് ശേഷം ക്രസ്റ്റും മാൻറ്റിലും വരുന്ന ആ ജോയിൻ്റ് വരുന്ന പോർഷനെ ആണ് നമ്മൾ മൊഹോവ്സ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതുമുതൽ 2900 കിലോമീറ്റർ 2900 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പർ പോർഷൻ ഓഫ് ദ മാൻറ്റിലിനെയാണ് നമ്മൾ ഓസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ പക്ഷേ ഫിഗറിൽ ഇതാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പർ പോർഷൻ ഓഫ് ദ മാൻറ്റിൽ ഈസ് കോൾഡ് ആസ്തനോസ്ഫിയർ. പക്ഷേ നമ്മൾ ഫിഗറിൽ കാണാൻ പറ്റിയിരിക്കുന്നത് മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനിലുള്ളൊരു പാർട്ടാണ് ആസ്തനോസ്ഫിയർ. ഇത് മുതൽ ഇതുവരെ മാൻറ്റിലിൻ്റെ അപ്പർ പോർഷൻ ആണെങ്കിൽ ഇതിനുള്ളിൽ വരുന്നൊരു പോർഷനാണ് ആസ്തനോസ്ഫിയർ. ആസ്തനോസ്ഫിയറിനെ സെപ്പറേറ്റ് നമ്മൾ കുറച്ച് ഡാർക്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഹൈലി വിസ്കസ് ആയിട്ടുള്ളതും മെക്കാനിക്കലി വീക്ക് ആയിട്ടുള്ളതും ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു പോർഷനാണ് ആസ്തനോസ്ഫിയർ. ആസ്തനോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് മാഗ്മ. മാഗ്മയെ കുറിച്ച് നമുക്കറിയാം. മാഗ്മ നമുക്ക് ഭൂമിയുടെ സർഫസിലോട്ട് വന്നതിന് ശേഷം നമ്മൾ അതിനെ ലാവ എന്ന് വിളിക്കും. അപ്പോൾ ഈ ലാവയുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്, ലാവ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആസ്തനോസ്ഫിയറിൽ നിന്നാണ് ലാവ വരുന്നത്. അപ്പം ഈ ആസ്തനോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലാവ എന്താണോ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണോ അത് തന്നെ നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കുക, ഹൈലി വിസ്കസ് ആണ്. ലാവയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവയ്ക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. എന്താണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും.
അതുപോലെ തന്നെ അത് മെക്കാനിക്കലി വീക്കാണ്, ഒരു റോക്ക് പോലെ ആയിരിക്കില്ല. അതിനെ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് ചെയ്ത് പെട്ടെന്ന് അതിനെ മാറ്റാൻ, അതിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റും. അതാണ് മെക്കാനിക്കലി, സ്ട്രക്ചറല്ല, അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. അതിനെയാണ് നമ്മൾ മെക്കാനിക്കലി വീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഡക്റ്റൈലാണ്. എക്സ്റ്റെൻഡിങ് അപ് ടു 400 കിലോമീറ്റർ. ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എറൗണ്ട് സർഫസിൽ നിന്ന് 400 കിലോമീറ്റർ വരെ ആസ്തനോസ്ഫിയർ ഉണ്ട്. അപ്പം നമ്മൾ ആസ്തനോസ്ഫിയർ കണ്ടു. ഇനി മാൻഡിലിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിൽ മാൻഡിലിൻ്റെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 3.4 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതുകൊണ്ട് തന്നെ ക്രസ്റ്റിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റി ഉണ്ട് മാൻഡിലിന്. ഇനി നമുക്ക് ഫിഗറിൽ നേരത്തെ പറഞ്ഞ പോർഷനാണ് ലിത്തോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ലിത്തോസ്ഫിയർ ഇവിടെ നോക്കുന്നത് നമ്മൾ കണ്ടു, നമുക്ക് ക്രസ്റ്റ് എന്ന് പറയുന്നത് 2 ക്രസ്റ്റ് ഉണ്ടായിരുന്നു, ഓഷ്യാനിക് ക്രസ്റ്റ് ആൻഡ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. ഈ 2 ക്രസ്റ്റും പ്ലസ് അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മാൻഡിൽ ഈസ് നോൺ ആസ് ലിത്തോസ്ഫിയർ. അതായത് ഇവിടെ അപ്പർ മോസ്റ്റ് മാൻഡിൽ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആസ്തനോസ്ഫിയറിന് മുകളിൽ കാണുന്ന ആസ്തനോസ്ഫിയറിന് മുകളിൽ കാണുന്ന മാൻഡിൽ വരെയുള്ള പോർഷനെയാണ്. അപ്പോൾ ക്രസ്റ്റും അതിന് താഴെ കാണുന്ന അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മാൻഡിലിനെയും ചേർത്തിട്ടാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 മുതൽ 200 കിലോമീറ്റർ വരെയാണ് ലിത്തോസ്ഫിയറിൻ്റെ തിക്നെസ്. ഇനി അതിന് താഴെ കാണുന്നതാണ് ലോവർ മാൻഡിൽ എന്ന് പറയുന്നത്. ലോവർ മാൻഡിൽ എക്സ്റ്റെൻസ് ബിയോണ്ട് ദ ആസ്തനോസ്ഫിയറും കഴിഞ്ഞിട്ടാണ് ലോവർ മാൻഡിൽ കാണുന്നത്. ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്. ലോവർ മാൻഡിൽ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് കോറാണ്. കോറിനെ നമുക്ക് ബാരിസ്ഫിയർ എന്ന് വിളിക്കാം. നമ്മൾ മാൻഡിലിനെ മീസോസ്ഫിയർ എന്ന് വിളിച്ചെങ്കിൽ കോറിനെ നമുക്ക് ബാരിസ്ഫിയർ എന്ന് വിളിക്കാം. കോറും മാൻഡിലും തമ്മിലുള്ള ആ ബൗണ്ടറി എന്ന് പറയുന്നത് എറൗണ്ട് അറ്റ് എ ഡെപ്ത് ഓഫ് 2900 കിലോമീറ്റർ ആണ്. ദി കോർ മാൻഡിൽ ബൗണ്ടറി ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡെപ്ത് ഓഫ് 2900 കിലോമീറ്റർ. നമുക്കിവിടെ ഫിഗറിൽ കാണാം, സർഫസിൽ നിന്ന് അറൗണ്ട് 2900 കിലോമീറ്റർ താഴെയാണ് കോറും മാൻഡിലും തമ്മിലുള്ള. ഇവിടെ നിന്ന് താഴോട്ട് കോറും മുകളിലോട്ട് മാൻഡിലുമാണ്. ആ കോറും മാൻഡിലും തമ്മിലുള്ള ബൗണ്ടറി 2900 കിലോമീറ്റർ താഴെയാണ്. ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിന് കോറിന് പുറമേ കാണുന്നതിനെയാണ് നമ്മൾ ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് പറയുന്നത്. ഭൂമിക്ക് താഴോട്ട് നമ്മൾ പോകും തോറും ടെമ്പറേച്ചറും പ്രഷറും കൂടും. ആ ടെമ്പറേച്ചറും പ്രഷറും കൂടി കോറിൻ്റെ ഔട്ടർ കോർ പോർഷനിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ള മെറ്റീരിയൽസിനെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറ്റും. ഇനി അടുത്തത് ഇന്നർ കോറാണ്. ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഔട്ടർ കോർ ലിക്വിഡ് ആണെങ്കിൽ ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇനി ഡെൻസിറ്റി ഓഫ് കോർ മാൻഡിൽ ബൗണ്ടറി എന്ന് പറയുന്നത് 5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. ഇവിടെ കോറും മാൻഡിലിൻ്റെയും ബൗണ്ടറി നമ്മൾ കണ്ടതാണ്. മാൻഡിലിൻ്റെ 2900 കിലോമീറ്റർ താഴെ ഈ മാൻഡിൽ അവിടെ ആ ബൗണ്ടറിയിൽ 5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും യൂണിറ്റ് ശ്രദ്ധിക്കുക, 5 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് കോർ മാൻഡിൽ ബൗണ്ടറിയിലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് അറ്റ് 6300 കിലോമീറ്റർ. എറൗണ്ട് സർഫസിൽ നിന്ന് 6300 എക്സാക്ട്ലി 6378 കിലോമീറ്റർ ആണ് സെൻറ്റർ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ളതല്ല, പല പോർഷനിൽ നിന്ന് വരുമ്പോഴത് മാറും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം ആ ഒരു എർത്തിൻ്റെ സെൻറ്ററിൽ ശരിക്കും അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 13 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലോജിക്കലി മനസ്സിലാവുന്നൊരു കാര്യം, സർഫസിൽ നിന്ന് താഴോട്ട് പോയി നമ്മൾ കോറിൽ എത്തുന്നത് വരെ, അതായത് ക്രസ്റ്റിൽ നിന്ന് കോറ് വരെ ഡെൻസിറ്റി, എർത്തിനുള്ളിലോട്ട് ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുക, മെറ്റീരിയൽസിൻ്റെ ഡെൻസിറ്റി കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കോർ എന്ന് പറയുന്നത് മെയ്ഡപ്പ് ഓഫ് വെരി ഹെവി മെറ്റീരിയൽസ്. കോർ ശരിക്കും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് വളരെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ലൈക്ക് നിക്കൽ ആൻഡ് അയൺ. നിക്കലും അയണും പോലുള്ള മെറ്റീരിയൽസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിക്കലിൻ്റെ Ni-യും അയണിനെ നമുക്ക് ഫെറസ് എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഫെറസിൻ്റെ Fe-യും യൂസ് ചെയ്ത് നൈഫ് എന്ന് നമുക്ക് വിളിക്കാം. NiFe എന്ന് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം സിയാൽ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്,
സിമ എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റ്, NIFE എന്ന് പറയുന്നത് കോറാണ്. ഔട്ടർ കോറും ഇന്നർ കോറും ചേർന്ന കോറിനെയാണ് NIFE നൈഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. നമ്മളിവിടെ നോക്കുന്നത് എർത്തിൻ്റെ ഓരോ പോർഷനും പെർസെൻറ്റേജ് ഓഫ് വോളിയവും പെർസെൻറ്റേജ് ഓഫ് മാസുമാണ്. അതിൽ നമുക്കിവിടെ ക്രസ്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് അറൗണ്ട് 1% അല്ലെങ്കിൽ അതിന് ബിലോയാണ് വോളിയം ആണെങ്കിലും മാസിൻ്റെ കാര്യമാണെങ്കിലും ക്രസ്റ്റിനുള്ളത്. അപ്പോൾ എർത്തിൽ ഏറ്റവും വളരെ ലെസ് ദാൻ 1% മാത്രമുള്ളൊരു വോളിയം വൈസ് ആണെങ്കിലും മാസ് വൈസ് ആണെങ്കിലും ഉള്ളൊരു പോർഷനാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ മാൻറ്റിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോളിയം അറൗണ്ട് 83% വോളിയം ഉള്ളൊരു പോർഷനാണ് മാൻറ്റിൽ. എന്നാൽ മാസിൻ്റെ കാര്യത്തിൽ 67% ആണ്. കാരണം ഇതിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റി കോറിനുള്ളത് കൊണ്ട് കോറിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ മാസ് അടിസ്ഥാനത്തിലും ടോട്ടൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് മാൻറ്റിലിന് തന്നെയാണ്. ഇനി അടുത്തത് കോറാണ്. കോറിന് 16% ആണ് ബൈ വോളിയം ഉള്ളത്. മാസിൻ്റെ അടിസ്ഥാനത്തിൽ 33% ആണുള്ളത്. ഇതൊന്ന് ജസ്റ്റ് നോക്കി ബൈഹാർട്ട് ചെയ്യാം. ഈ നമ്പേഴ്സ് അത്രയും ബൈഹാർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. അപ്പോൾ ഇതിനെ മാറ്റിയും തിരിച്ചൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഇനി നമുക്ക് NCERTയിൽ കാണാത്തൊരു പോർഷനാണ്. നമുക്ക് ഇങ്ങനൊരു പോർഷനിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻസൈഡ് ദ എർത്ത്. NCERTയിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ള മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി അഥവാ മൊഹറോവിക്സ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാൻറ്റിൽ. നമ്മളിവിടെ ക്രസ്റ്റും കണ്ടു, മാൻറ്റിലും കണ്ടു. ഈ മാൻറ്റിലും ക്രസ്റ്റിനും ഇടയിൽ വരുന്ന ആ ഒരു ട്രാൻസിഷൻ സോണിനെയാണ് നമ്മൾ മൊഹറോസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി ഏതൊക്കെ ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് ഉള്ളതെന്ന് നമുക്കിവിടെ നോക്കാം. കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ സിയാൽ ആൻഡ് സിമ. സിയാൽ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റാണ്. സിമ എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റാണ്. അപ്പം കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനും ഓഷ്യാനിക് ക്രസ്റ്റിനും ഇടയിലുള്ള ആ ഒരു ട്രാൻസിഷൻ സോണിനെയാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ കണ്ടതാണ്. ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാൻറ്റിൽ. ഫസ്റ്റ് കാണുന്ന പോർഷനും സെക്കൻഡ് കാണുന്ന പോർഷനും തമ്മിലുള്ള ആ ഒരു ട്രാൻസിഷൻ സോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ഔട്ടർ മാൻറ്റിൽ ആൻഡ് ഇന്നർ മാൻറ്റിൽ. മാൻറ്റിലിനെ നമുക്ക് ഔട്ടർ മാൻറ്റിൽ എന്നും ഇന്നർ മാൻറ്റിൽ എന്നും പറയാം. അപ്പോൾ അതിന് തമ്മിൽ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണിനെയാണ് റെപ്പിറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അതെന്ന് പറയുന്നത് ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ മാൻറ്റിൽ ആൻഡ് കോറാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അതെന്ന് പറയുന്നത് ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇത് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഇത് ഓരോന്നിനെയും ഇതിൻ്റെ ഓർഡറിൽ ഈ പേര് പഠിക്കുക. അത് ആദ്യത്തുള്ളത് ക്രസ്റ്റിനുള്ളിൽ തന്നെയാണ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും തമ്മിലിടയിലുള്ള സിയാലും സിമയും തമ്മിലുള്ള ഇടയിലുള്ളതാണ്. മൊഹറോവിക് എന്ന് പറയുന്നത് ക്രസ്റ്റിൽ നിന്ന് മാൻറ്റിലോട്ട് എത്തുമ്പോഴുള്ളതാണ്. എന്നാൽ റെപ്പിറ്റീവ് എന്ന് പറയുന്നത് മാൻറ്റിലിനുള്ളിലുള്ളത് തന്നെയാണ് റെപ്പിറ്റീവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മാൻറ്റിലും കോറും തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ സോണാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കോറിനുള്ളിൽ ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിലുള്ള ട്രാൻസിഷൻ സോണാണ്. അതിനെയാണ് നമ്മൾ ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.